ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് എന്ന നേട്ടം കൈവരിക്കുന്ന എത്രാമത്തെ ബൗളറാണ് ഓസ്ട്രേലിയയുടെ നഥാൻ ലിയോൺ? എട്ടാമത്തെ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് എന്ന നേട്ടം കൈവരിക്കുന്ന എട്ടാമത്തെ ബൗളറാണ് ഓസ്ട്രേലിയയുടെ നഥാൻ ലിയോൺ. ഈ നേട്ടം കൈവരിക്കുന്ന ഓസ്ട്രേലിയയുടെ മൂന്നാമത്തെ ബൗളർ കൂടിയാണ് നഥാൻ ലിയോൺ. പാകിസ്ഥാനെതിരെയാണ് ലിയോൺ 500ാമത് വിക്കറ്റ് നേടിയത്. ഇനി ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കേന്ദ്ര ഊർജ മന്ത്രാലയത്തിന്റെ വൈദ്യുതി ഉപഭോക്തൃ അവകാശ ചട്ടപ്രകാരം പുതിയ വൈദ്യുതി കണക്ഷൻ നൽകുന്നതിനുള്ള കാലപരിധി എത്രയാണ്? മെട്രോ നഗരത്തിൽ 3 ദിവസവും മുനിസിപ്പൽ പ്രദേശത്തിൽ 7 ദിവസവും ഗ്രാമപ്രദേശത്തിൽ 15 ദിവസവും. കേന്ദ്ര ഊർജ മന്ത്രാലയത്തിന്റെ വൈദ്യുതി ഉപഭോക്തൃ അവകാശ ചട്ടപ്രകാരം പുതിയ വൈദ്യുതി കണക്ഷൻ നൽകുന്നതിനുള്ള കാലപരിധി മെട്രോ നഗരത്തിൽ 3 ദിവസത്തിനുള്ളിലും മുനിസിപ്പൽ പ്രദേശത്തിൽ 7 ദിവസത്തിനുള്ളിലും ഗ്രാമപ്രദേശത്തിൽ 15 ദിവസത്തിനുള്ളിലുമാണ്. 2024 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരത്തിലേക്കുള്ള കളിക്കാരുടെ മിനി ലേലം നടന്നത് എവിടെ വെച്ചാണ്? ദുബായ്. ദുബായിൽ വെച്ചാണ് 2024 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരത്തിലേക്കുള്ള കളിക്കാരുടെ മിനി ലേലം നടക്കുന്നത്. ആദ്യമായാണ് IPL കളിക്കാരുടെ ലേലം ഇന്ത്യക്ക് പുറത്ത് നടക്കുന്നത്. 2022 3 വർഷത്തേക്കുള്ള മെഗാ ലേലം നടന്നതിൽ ഒഴിവ് വന്ന സ്ഥാനത്തേക്കാണ് ഈ വർഷം മിനി ലേലം നടന്നത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി കളിക്കാരുടെ ലേലം നിയന്ത്രിക്കുന്ന വനിതാ ഓപ്ഷണർ ആരാണ്? മല്ലിക സാഗർ. വനിതാ ഓപ്ഷണറായ മല്ലിക സാഗറാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി കളിക്കാരുടെ ലേലം നിയന്ത്രിക്കുന്ന വനിതാ ഓപ്ഷണർ. ദുബായിൽ നടന്ന ലേലത്തിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് ലേലം കൊണ്ട കളിക്കാരൻ ആരാണ്? മിച്ചൽ സ്റ്റാർക്ക്. ഓസ്ട്രേലിയയുടെ മിച്ചൽ സ്റ്റാർക്കാണ് ദുബായിൽ നടന്ന ലേലത്തിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് ലേലം കൊണ്ട കളിക്കാരൻ. 24.75 കോടിക്കാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മിച്ചൽ സ്റ്റാർക്കിനെ നിലനിർത്തിയത്. കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം ഗ്രാമപഞ്ചായത്തുകളെ ശാക്തീകരിക്കുന്നതിനായി തയ്യാറാക്കിയ GIS ആപ്പിന്റെ പേരെന്താണ്? ഗ്രാം മൺ ചിത്ര. ഗ്രാം മൺ ചിത്ര എന്ന GIS ആപ്പാണ് കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം ഗ്രാമപഞ്ചായത്തുകളെ ശാക്തീകരിക്കുന്നതിനായി തയ്യാറാക്കിയ GIS ആപ്പ്. കേരളത്തിൽ ആദ്യമായി ഏത് സർവകലാശാലയാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പഠന കേന്ദ്രം ആരംഭിക്കുന്നത്? കണ്ണൂർ സർവകലാശാല. കേരളത്തിൽ ആദ്യമായി കണ്ണൂർ സർവകലാശാലയാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പഠന കേന്ദ്രം ആരംഭിക്കുന്നത്. ഭാവിയിലെ സാങ്കേതിക വിദ്യയ്ക്ക് അടിത്തറയിടുന്ന കമ്പ്യൂട്ടർ സയൻസ് മേഖലയാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ചൊവ്വ ഗ്രഹത്തിൽ ഒരു റോവർ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി എന്ന ബഹുമതി കരസ്ഥമാക്കിയത് ആരാണ്? ഡോക്ടർ അക്ഷത കൃഷ്ണമൂർത്തി. ഡോക്ടർ അക്ഷത കൃഷ്ണമൂർത്തിയാണ് ചൊവ്വ ഗ്രഹത്തിൽ ഒരു റോവർ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി എന്ന ബഹുമതി കരസ്ഥമാക്കിയത്. നാസയിലെ ശാസ്ത്രജ്ഞയാണ് ഡോക്ടർ അക്ഷത കൃഷ്ണമൂർത്തി. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് നിയമത്തിന് പകരമായി ലോക്സഭ പാസാക്കിയ പുതിയ ബില്ലിന്റെ പേരെന്താണ്? പോസ്റ്റ് ഓഫീസ് ബിൽ 2023. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് നിയമത്തിന് പകരമായി ലോക്സഭ പാസാക്കിയ പുതിയ ബില്ലിന്റെ പേരാണ് പോസ്റ്റ് ഓഫീസ് ബിൽ 2023. ഈ ബില്ലിലെ 9ാം വകുപ്പ് പ്രകാരം രാജ്യസുരക്ഷ മുൻനിർത്തി ഏത് തപാലും പാഴ്സലുകളും തുറന്ന് പരിശോധിക്കുവാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് ലഭിക്കും. ഈജിപ്തിന്റെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? അബ്ദേൽ ഫത്ത അൽ സിസി.
ഈജിപ്തിന്റെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അബ്ദൽ ഫത്ത അൽ സിസി. തുടർച്ചയായി 3-ാം തവണയാണ് അൽ സിസി ഈജിപ്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. 2025 ഫിഫ ക്ലബ് ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? അമേരിക്ക. അമേരിക്കയിൽ വെച്ചാണ് 2025 ഫിഫ ക്ലബ് ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത്. 7 ക്ലബ്ബുകൾ മത്സരിക്കുന്ന 2023 ലോകകപ്പ് നടക്കുന്നത് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ചാണ്. 2023 ക്ലബ് ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത് സൗദി അറേബ്യയിലെ ജിദ്ദയിലും 2025 അമേരിക്കയിലുമാണ്. 6 കോൺഫെഡറേഷനിലെ ചാമ്പ്യൻ ക്ലബ്ബും ആതിഥേയ രാജ്യത്തിലെ ക്ലബ്ബും അടങ്ങുന്ന 7 ക്ലബ്ബാണ് 2023 ക്ലബ്ബ് ലോകകപ്പിൽ മത്സരിക്കുന്നത്. എന്നാൽ 2025 32 ക്ലബ്ബുകളായിരിക്കും ലോകകപ്പിൽ മത്സരിക്കുക. 2023 ഇന്ത്യ സന്ദർശിച്ച കെനിയൻ പ്രസിഡന്റ് ആരാണ്? വില്യം റൂട്ടോ. കെനിയൻ പ്രസിഡന്റായ വില്യം റൂട്ടോയാണ് 2023 ഇന്ത്യ സന്ദർശിച്ച കെനിയൻ പ്രസിഡന്റ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ എംപിമാർ സസ്പെൻഷനിലായ ദിവസം ഏതാണ്? 2023 ഡിസംബർ 18. 2023 ഡിസംബർ 18 ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ എംപിമാർ സസ്പെൻഷനിലായ ദിവസം. ലോകസഭയിലെ 33 എംപിമാരും രാജ്യസഭയിലെ 45 എംപിമാരും അടക്കം ആകെ 78 എംപിമാർക്കാണ് സസ്പെൻഷൻ ലഭിച്ചത്. 1989 മാർച്ച് 15 63 എംപിമാരെ സസ്പെൻഡ് ചെയ്തതായിരുന്നു ഇതുവരെയുള്ള ഏറ്റവും വലിയ സസ്പെൻഷൻ. ഈ ലോകസഭാ സമ്മേളനത്തിൽ ഇതുവരെ ആകെ 92 എംപിമാർക്ക് സസ്പെൻഷൻ ലഭിച്ചു. ഇതും ഒരു റെക്കോർഡാണ്. ഏത് സംസ്ഥാനത്ത് നടക്കുന്ന പരമ്പരാഗത എരുമയോട്ട മത്സരമാണ് കമ്പള എന്ന പേരിൽ അറിയപ്പെടുന്നത്? കർണാടക. കർണാടക സംസ്ഥാനത്ത് നടക്കുന്ന പരമ്പരാഗത എരുമയോട്ട മത്സരമാണ് കമ്പള എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2024 ജനുവരി 22 നടക്കുന്ന അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് നൽകിയിരിക്കുന്ന പേരെന്താണ്? ആനന്ദ് മഹോത്സവ്. 2024 ജനുവരി 22 നടക്കുന്ന അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് നൽകിയിരിക്കുന്ന പേരാണ് ആനന്ദ് മഹോത്സവ്. ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് ജാതി വിരുദ്ധ പ്രവർത്തകനായ ഇയോത്തി ദാസ് പണ്ഡിതരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത്? തമിഴ്നാട്. തമിഴ്നാട് സംസ്ഥാനമാണ് ജാതി വിരുദ്ധ പ്രവർത്തകനായ ഇയോത്തി ദാസ് പണ്ഡിതരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന മന്ത്രിതല യോഗം 2023 ഡിസംബറിൽ നടന്നത് എവിടെ വെച്ചാണ്? അക്ര. ഗാനയിലെ അക്രയിൽ വെച്ചാണ് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന മന്ത്രിതല യോഗം 2023 ഡിസംബറിൽ നടന്നത്. മഡഗാസ്കറിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ആൻഡ്രി രജോലിന. ആൻഡ്രി രജോലിനയാണ് മഡഗാസ്കറിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. 3-ാം തവണയാണ് രജോലിന മഡഗാസ്കറിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. രാജ്യത്തെ ആദ്യ ടെലികോം സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിതമാകുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് രാജ്യത്തെ ആദ്യ ടെലികോം സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിതമാകുന്നത്. IIT റൂർക്കിയിലെ സഹറൻപൂർ ക്യാമ്പസിൽ 30 കോടി രൂപ ചെലവിലാണ് ടെലികോം സെന്റർ ഓഫ് എക്സലൻസ് നിർമ്മിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.